മലയാളികൾക്ക് മികച്ച കൊമേഴ്സ്യൽ ചിത്രങ്ങൾ നൽകിയ സംവിധായകനാണ് വൈശാഖ്. 2010 പുറത്തിറങ്ങിയ പോക്കിരി രാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത്. കൊമേഴ്സ്യൽ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന പേര് സ്വന്തമാക്കാൻ വൈശാഖിന് എളുപ്പം സാധിച്ചിരുന്നു. മോഹൻലാലിനെ നായകനാക്കി 2016 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പുലിമുരുകൻ. ഇപ്പോൾ ഈ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫറായി പീറ്റർ കെയ്നെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ് വൈശാഖ്. ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള ചിത്രം എന്ന നിലയിൽ പുലിമുരുകന് നല്ലൊരു ആക്ഷൻ ഡയറക്ടർ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ആരെ ചുമതലപ്പെടുത്തും എന്ന ചർച്ചയും തുടക്കം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനുവേണ്ടി ആദ്യം സമീപിച്ചത് ബോളിവുഡ് ആക്ഷൻ കൊറിയോഗ്രാഫർ കൊച്ചയെ ആയിരുന്നു. കഥ കേട്ടപ്പോൾ 6 മാസത്തെ ഹോംവർക്ക് അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പുലിമുരുകൻ എന്ന സിനിമ ഒരു ചാലഞ്ച് പോലെ അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം പീറ്റർ ഹെയ്നും ചേർന്നപ്പോൾ അതൊരു കരുത്തുറ്റ ടീമാകുകയായിരുന്നു, വൈശാഖ് പറഞ്ഞു. പുലിമുരുകൻ എന്ന സിനിമ മലയാള സിനിമയുടെ ഗതി മാറ്റിയ സിനിമകളിൽ ഒന്നായിരുന്നു. 2016 പുറത്തിറങ്ങിയ പുലിമുരുകൻ വൈശാഖിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം. പ്രായമന്യേ മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തു. 100 കോടി എന്ന മാന്ത്രിക സംഖ്യ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരുന്ന മലയാള സിനിമയെ 100 കോടി ക്ലബിൽ കയറ്റിയ ചിത്രം കൂടിയായിരുന്നു പുലിമുരുകൻ. കേരളത്തിൽ നിന്ന് മാത്രം 75 കോടിയാണ് ഈ സിനിമ നേടിയത്.